വളരെയധികം വിഷമാണ്. വീഡിയോ ചെയ്യാൻ മടിയാണ്, ലൈവിൽ വരാൻ മടിയാണ്. കാരണം ഒരുപാട് ആൾക്കാരുടെ കുത്തുവാക്ക് അത് നമുക്ക് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമമുണ്ടല്ലോ. ആ വിഷമത്തിൽ നിന്ന് എങ്ങനെ റിക്കവറായിട്ട് വരുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ വളരെയധികം വിഷമമുണ്ട്. കാരണം നമ്മളിങ്ങനെ നോവിക്കുന്ന രീതിയിൽ ഇങ്ങനെ മെസ്സേജ് അയക്കുക, കളിയാക്കുന്ന രീതിയിൽ മെസ്സേജ് അയക്കുക. സംഭവം അങ്ങനെയാണ്. എൻ്റെ അടുത്ത് ഒരാൾ ഒരു പരിധിക്കപ്പുറം നിൽക്കൂല. കാരണം നിന്നാൽ അവരെന്നെ ഇട്ടേച്ച് പോവും. അതെൻ്റെ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഞാനൊരു പരിധി വരെ എൻ്റെ വീട്ടിൽ നിന്നു. അവർക്കൊരു സമയം കഴിഞ്ഞപ്പോൾ അവരെന്നെ കെട്ടിച്ച് വിട്ടു. എനിക്ക് അവരെ ഒഴിവാക്കേണ്ടി വന്നു. പിന്നീട് വല്ലപ്പോഴും ആയി ഇവരെ കാണൽ. അങ്ങനെ കെട്ടിച്ച് വിട്ടപ്പം ഭർത്താവിനെ കിട്ടിയെന്ന് വിചാരിച്ചു. ഭർത്താവ് 2-3 വർഷം നിന്നു. 4ാമത്തെ വർഷം അദ്ദേഹം ദുബായിൽ പോയി. അങ്ങനെ അവിടെ എനിക്ക് ആദ്യം സൗദിയിലേക്കാണ് പോയത്. ദുബായിക്ക് കഴിയുമ്പോൾ ഞാൻ കളത്ര മറുപടിക്കും. അവിടെ ഒറ്റപ്പെടൽ മാത്രം. പിന്നെ 2 കുഞ്ഞുങ്ങളായിരുന്നു. കുഞ്ഞുങ്ങൾ രാവിലെ ഒരു 8-8:30 ആകുമ്പോഴേക്കും പിന്നെ അവരും എന്നെ ഇട്ടേച്ച് പോവും, സ്കൂളിൽ പോയി കാണും. അങ്ങനെ ഈ ഒറ്റപ്പെടലിൻ്റെ വേദന ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എല്ലാവരും കളിയാക്കുന്നതെന്ന് വെച്ചാൽ അരുണിനെ കാണുന്നില്ല, അരുൺ എന്നെ ഇട്ടേച്ച് പോയി എന്ന് പറഞ്ഞു. ശരിക്കും ഞാൻ ഒറ്റപ്പെടലാണ്. എന്താക്കാൻ, അരുണിനെ എനിക്കിപ്പോൾ പിടിച്ചു വെക്കാനാവില്ല. അവനോട് പോവരുത് എന്ന് കുറേ ഞാൻ പറഞ്ഞു നോക്കി. പക്ഷെ അവൻ പോവാതിരുന്നില്ല. അവന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കൈ നിറയെ പൈസ കൊടുത്ത് നോക്കി. ഒരു ഔഡി അല്ലേ മോനെ, ഔഡി കാറ് ഏൽപ്പിച്ച് നോക്കി, BMW ഏൽപ്പിച്ച് നോക്കി. പക്ഷേ അവൻ പോവുക എന്ന് പറഞ്ഞു. പൊക്കോട്ടെ എന്ന് കരുതി ദേ വന്നൊക്കെ വലിഞ്ഞു കയറിയിട്ട് കമൻ്റ് ഇടുന്ന നീ കാണുന്നുണ്ടോ? അരുൺ എന്നെ ഉപേക്ഷിച്ച് പോയി പോലും, അരുണിന് എന്നെ വേണ്ട പോലും, അരുൺ എന്നെ ഇട്ടേച്ച് പോയി പോലും, അരുൺ എന്നെ തേച്ച് പോലും. മക്കളെ, എൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെടൽ മാത്രമേ എനിക്ക് ലൈഫ് കിട്ടിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഒരു പരിധി കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ വീട്ടുകാരെന്നെ കെട്ടിച്ചു വിട്ടു. ഞാൻ ഒറ്റക്കായി. എൻ്റെ മാതാപിതാക്കളില്ലാതെ, അവരെ കാണാതെ ഞാൻ കുറേ കാലം നിന്നു. ഇടയ്ക്കിടയ്ക്ക് ആഴ്ചക്കൊക്കെ പോയി നോക്കാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഭർത്താവ് ഗൾഫിൽ പോയി. ഇവനിതേ പണിക്ക് പോയി തുടങ്ങി. എന്തൊരു വാക്കാനാണ്. ഞാൻ കൈ നിറയെ പൈസ കൊടുത്തേക്ക്. കാരണം ഇവിടെ തൊണ്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. തൊണ്ട് പൊട്ടിച്ചിട്ട് കുറേ ചില്ലറ ഉണ്ടായിരുന്നു. അത് മുഴുവനോ ഞാൻ ഇവന് കൊടുത്തു നോക്കി, നിന്നില്ല. 500 രൂപ പോലും ഇല്ല. ഒരു ഔഡി കാറ് ഞാൻ അവന് കൊടുക്കാമെന്ന് പറഞ്ഞു. കാരണം എൻ്റെ മോന്, എൻ്റെ ഭർത്താവ് ദുബായിൽ നിന്ന് പണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഔഡി കൊണ്ടുവന്നു. അല്ലടാ, മുമ്പ് ടയറല്ലേ. അപ്പം അത് കൊടുക്കാമെന്ന് പറഞ്ഞു നോക്കി. അപ്പയും ഇവൻ നിന്നില്ല. നീ എന്നെ തേച്ച് പോകാനുള്ള കാരണവും കൂടി ഒന്ന് പറഞ്ഞത് പട്ടിണി കിടക്കാൻ വയ്യാത്തത്. ഇവന് പട്ടിണി കിടന്ന് മതിയായതുകൊണ്ട് ഇവ പണിക്ക് പോയി. 5 പൈസ ഇല്ല. ഇന്നുണ്ടല്ലോ ഗ്യാസുകാരന് വന്നപ്പോൾ ഞാൻ നല്ല കാര്യമായിട്ട് ഗ്യാസ് നിറപ്പിച്ചു. കാര്യം എന്താ വെച്ചാൽ 3 ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട്. 3 ദിവസമൊക്കെ വണ്ടിയിൽ പോയിട്ട് ഒരു ദിവസം ലോഡില്ല. ഒരു ദിവസം ലോഡ് വൈകുന്നേരം പോയി, പിറ്റേന്ന് ലോഡില്ല. ഇന്നലെ ലോഡ് കിട്ടിയത്. ഇനി പാടെ ഇറക്കിയാലേ പൈസ കിട്ടും ഗൈസ്. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ മാമനോട് ഇങ്ങ് വാങ്ങിക്കോ 900 രൂപ. എത്ര പൈസ ഗ്യാസ് ഇറക്കിയാൻ വേണ്ടി? 900. ഇന്ത്യയിൽ അതൊന്നും ഇല്ല കേട്ടോ. ഒക്കെ നാടെ വെക്ക് മക്കളെ മാതിരിയാ. എന്നിട്ട് പട്ടിണി കിടക്കാൻ പറ്റാത്തോണ്ട് ഇവനും എന്നെ ഉപേക്ഷിച്ചു പോയി. ഇനിയിപ്പോ എന്താ ഇപ്പം ചെയ്യല്ലേ? നിങ്ങളൊക്കെ ഞാൻ ഒറ്റക്കായി എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കളികളാ മക്കളെ കളിക്കുന്നത്. ഇതുവരെ സലീം ഉപേക്ഷിച്ചു. 2-3 ദിവസം ലൈവിലും നീ ഇല്ല, വീഡിയോയിലും നീ ഇല്ല. ഒരേ സമയത്ത് 2 ലൈവ് പോകാൻ പറ്റും. പോകാൻ പറ്റും. അതെന്താ മറ്റേ തെറിബീബിയൊക്കെ പോകുന്നതാണ്, എനിക്കറിയില്ല. അപ്പോൾ ഇവനെ 2 ദിവസം കണ്ടിട്ടില്ലേ. 3ാമത്തെ ദിവസം ഇന്നും കൂടി എടുത്ത് രാവിലെ ഞാൻ നോട്ടിഫിക്കേഷൻ കണ്ടിട്ടാണ് മക്കളെ കണ്ണു തുറന്നത്. അപ്പോൾ ഇതേ വരുന്ന അവൾ അരുണിനും വേണ്ടാതെ, അരുണും ഉപേക്ഷിച്ചു പോയി. ഞാൻ ജോലിക്ക് പോയതാണ്. ഇത് വീഡിയോ ലൈവിൽ വരാണ്ടിരിക്കുന്നത് ഉപേക്ഷിച്ച് പോകാന്ന് പറയുന്നത് നിങ്ങളുടെ തെറ്റാണ്. എന്നാലും പോകില്ല ഗൈസ്. പട്ടിണി കിടന്ന് മതിയായതുകൊണ്ട് പണിക്ക് പോയതായിരുന്നു, വേറെ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ ഔഡി കൊടുത്താലും BMW കൊടുത്താലും മറ്റേ കൈ നിറയെ ചില്ലറ പൈസ കൊടുത്താലും
എന്ത് തന്നെ ആയാലും ഇവിടെ തന്നെ കിടക്കുമെന്നുള്ളത് വാശിയാണ്. അത് മനസ്സിലായല്ലോ. ബൈ അരുൺ എന്നെ ഉപേക്ഷിച്ചു പോയി ഗായ്സ്. ബൈ. പുറത്തു പോവുക.